ഇബ്രാഹിം നബി വളരെ നിരാശനായിരുന്നു. എങ്കിലും അവൻ മലഞ്ചെരുവിലെ ആ പർവ്വതത്തിൻ്റെ മുകളിൽ തന്നെയിരുന്നു. സൂര്യപ്രകാശത്തെ നോക്കി ഇത് അല്ലാഹു ആണെങ്കിലോ എന്ന് വീണ്ടും ആശ്ചര്യപ്പെട്ടു. വൈകുന്നേരങ്ങളിൽ സൂര്യൻ ചക്രവാളത്തിൽ അസ്തമിച്ചപ്പോൾ അത് ദൈവമല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. സത്യദൈവം ഒരിക്കലും അസ്തമിക്കില്ല. യഥാർത്ഥ ദൈവത്തെ ഒരിക്കലും സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് ഇബ്രാഹിം നബി മനസ്സിലാക്കി. അല്ലാഹു സകല വസ്തുക്കളുടെയും സൃഷ്ടാവാണെന്നും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അല്ലാഹുവിൻ്റെ സൃഷ്ടിയാണെന്നും അദ്ദേഹം മനസ്സിലാക്കി. അല്ലാഹുവിന് നന്ദി പ്രകടിപ്പിച്ചു. അല്ലാഹു അദ്ദേഹത്തെ നേർവഴിയിലാക്കിയിരിക്കുന്നു. അപ്പോഴാണ് അല്ലാഹു അദ്ദേഹത്തെ പ്രവാചകനായി തിരഞ്ഞെടുത്തതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. തൻ്റെ ജനത്തെ നയിക്കാൻ അല്ലാഹു അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. ഇത് അദ്ദേഹത്തിന് ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമായിരുന്നു. ഈ സന്തോഷവാർത്ത അറിയിക്കാൻ ഇബ്രാഹിം നബി തൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് ഓടി. ഇത് അറിഞ്ഞ അദ്ദേഹത്തിൻ്റെ പിതാവ് കോപിഷ്ഠനായി. നിനക്കെങ്ങനെ എൻ്റെ ദൈവങ്ങളെ നിഷേധിക്കാൻ കഴിഞ്ഞു? പിതാവേ, എന്നെ പിന്തുടരൂ, ഞാൻ സത്യമാർഗത്തിൽ അങ്ങയെ നയിക്കാം. ഇബ്രാഹിം നബി പിതാവിനോട് യാചിച്ചു. ഇത് അറിഞ്ഞ അദ്ദേഹത്തിൻ്റെ പിതാവ് കോപിഷ്ഠനായി. നിനക്കെങ്ങനെ എൻ്റെ ദൈവങ്ങളെ നിഷേധിക്കാൻ കഴിഞ്ഞു? പിതാവേ, എന്നെ പിന്തുടരൂ, ഞാൻ സത്യമാർഗത്തിൽ അങ്ങയെ നയിക്കാം. ഇബ്രാഹിം നബി പിതാവിനോട് യാചിച്ചു. ഒന്നും ചെയ്യാനാകില്ലെന്ന് പിതാവ് ചിന്തിച്ചു. അല്ലാഹുവിലേക്ക് ആളുകളെ ക്ഷണിക്കേണ്ടത് തൻ്റെ ദൗത്യമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. നബി മറ്റ് ആളുകളുടെ അടുത്തെത്തി അവരെ സന്മാർഗം ഉപദേശിച്ചു. ഏകദൈവം അല്ലാഹു മാത്രമാണ്. അല്ലാഹുവല്ലാതെ യാതൊരു ദൈവവുമില്ല. അവനല്ലാതെ ആരാധനയ്ക്കർഹൻ മറ്റാരുമില്ല. ഞാൻ ഇനി ഒരിക്കലും വിഗ്രഹങ്ങളുടെ മുൻപിൽ വീണ് നമസ്കരിക്കില്ല. അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോൾ ആളുകൾ വളരെ രോഷാകുലരായി. നിങ്ങൾ എന്തിനാണ് ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത്? അവർക്ക് ശക്തിയില്ലെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് അദ്ദേഹം വീണ്ടും അവരോട് ചോദിച്ചു. അവർ ഇബ്രാഹിം നബിയെ ഭീഷണിപ്പെടുത്തി. ആയതിനാൽ അദ്ദേഹത്തിന് അവിടം വിട്ട് പോകേണ്ടി വന്നു. വിഗ്രഹം യഥാർത്ഥ ദൈവങ്ങളല്ലെന്ന് അവരെ കാണിക്കാൻ ഒരു ഉപായത്തെ പ്രവാചകൻ ചിന്തിച്ചു. ഒരു ദിവസം ഒരു വലിയ ആഘോഷം അവിടെയുള്ള നദിക്കരയിൽ വച്ച് നടന്നു. നഗരത്തിലെ എല്ലാവരും അവിടെ കാണുമെന്ന് നബിക്കറിയാമായിരുന്നു. പട്ടണത്തിൽ ആരും ഉണ്ടായിരുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നതുവരെ പ്രവാചകൻ കാത്തിരുന്നു.